പാഠം 634. ഊഹങ്ങളുടെ കുഴപ്പം. കോടതി മുറിയിൽ പ്രതിഭാഗം സാക്ഷി പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി കൊടുത്തു. പ്രതി ശിക്ഷിക്കപ്പെടാൻ സാധ്യത. പ്രശസ്ത അഭിഭാഷകൻ അഡ്വക്കേറ്റ് KR സദാനന്ദൻ കോടതി മുമ്പാകെ ഹാജരാക്കിയ സാക്ഷിയാണ് കൂറുമാറി മൊഴി നൽകിയത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. എന്താ മോനട്ടാ? നിന്റെ സീനിയർ വക്കീലിന്റെ പേരെന്താ? അഡ്വക്കേറ്റ് സദാനന്ദൻ. ആളുടെ പേര് പത്രത്തിലുണ്ടല്ലോ. ഈ വാർത്ത കൊടുക്കേണ്ട തലക്കെട്ട് വക്കീലിന് പറ്റിയ അമളി എന്നായിരുന്നു. സാധാരണ സാറിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ മോനട്ട കാര്യം? സാക്ഷി പറഞ്ഞ രാമൻകുട്ടി ഇങ്ങനൊരു ചതി കാണിക്കുന്ന സാർ അറിഞ്ഞോ? എടി, കേസ് ജയിക്കാൻ വേണ്ടി കള്ളസാക്ഷികൾ ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. കള്ളസാക്ഷി ഉണ്ടാക്കിയതൊന്നും അല്ല മോഹനട്ട. കേസിലെ പ്രതി സംഭവ ദിവസം രാത്രി 8 മണിക്ക് കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് പറയണത്. ഈ സാക്ഷിയായ രാമൻകുട്ടിക്ക് ഒരു ഹോട്ടലുണ്ട്. സംഭവ ദിവസം സംഭവ സമയത്ത് പ്രതി രാമൻകുട്ടിയുടെ ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു എന്ന് ഈ രാമൻകുട്ടി തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. പ്രതി കുറ്റക്കാരനല്ല എന്നതിന് അതിന് വലിയൊരു തെളിവ് വേണോ? അതുകൊണ്ട് ഞങ്ങൾ രാമൻകുട്ടിയെ പ്രതിഭാഗ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തി. അല്ലാതെ ഞങ്ങൾ കള്ളസാക്ഷി ഉണ്ടാക്കിയതൊന്നുമല്ല. എന്നിട്ട് കോടതിയിൽ വിസ്താരം നടന്നപ്പോ രാമൻകുട്ടി പറഞ്ഞു സംഭവ ദിവസം പ്രതി ഹോട്ടലിൽ വന്നിട്ടേ ഇല്ല. അയാൾക്ക് പോലീസുകാർ കൈക്കൂലി കൊടുത്തെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ നാട്ടിലെ പോലെ ചെയ്യും. വെറുതെ പോലീസുകാരെ കുറ്റം പറയില്ലേ ഭാമേ. നിങ്ങൾ ഹാജരാക്കിയ സാക്ഷി പോലീസുകാർക്കെതിരെ മൊഴി കൊടുത്തുവെങ്കിൽ അത് നിങ്ങളുടെ പിടിപീടാ. നീയാണല്ലോ സാധാരണ പറയാറ് സദാനന്ദ വക്കീൽ ഭയങ്കര ബുദ്ധിരാക്ഷസനാണെന്നൊക്കെ. ഏത് കേസും സാറ് വാദിച്ച് ജയിച്ചു കളയുമെന്ന്. ഇതാണോ ബുദ്ധി? വിസ്താരതണിക്ക് സാക്ഷി കൂറുമാറുന്നൊക്കെ സാധാരണയാണ്. സർക്കാർ സാക്ഷികൾ കൂറുമാറിയതായി കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രതിഭാഗം സാക്ഷി കൂറുമാറുന്ന ആദ്യമായിട്ടാണ്. കഷ്ടമായി പോയി പത്രത്തിൽ സദാനന്ദ സാറിന്റെ പേര് മാത്രം വന്നത്. നിന്റെ പേരോട് വേണ്ടതായിരുന്നു. നീയാണല്ലോ സദാനന്ദ വക്കീലിന്റെ വലം കൈ. ആപ്പിലായ വക്കീലന്മാർ എന്ന് പറഞ്ഞ് നിന്റെയും സദാനന്ദ വക്കീലിന്റെയും ഇങ്ങനെ ഇരിക്കുന്നൊരു ഫോട്ടോയും. ഭാമേ, നോക്ക്, നീ വലിയ വക്കീലായിരിക്കും. പക്ഷേ ഞാൻ നിനക്കൊരു ഉപദേശം തരാം. ഒരു സാക്ഷിയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് അയാൾ കോടതിയിൽ എന്താണ് പറയാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ അയാൾ ഇങ്ങനെ പറയും എന്ന് ഊഹിച്ച് ഓരോന്ന് ചെയ്യരുത്. നിന്റെ ഊഹം പോലെ എല്ലാം സംഭവിക്കണമെന്നില്ല. ഒരു ഊഹക്കാരി വന്നിരിക്കുന്നു. ഊഹം കളിയാക്കാൻ മോഹനേട്ടാ, ഇത്രയും കാലത്തിനിടയ്ക്ക് സദാനന്ദ സാറ് വാദിച്ച സകല കേസുകളും ജയിച്ചിട്ടുണ്ട്. അന്നൊക്കെ പത്രത്തിൽ വാർത്ത വന്നിട്ടുമുണ്ട്. ആ വാർത്തയൊന്ന് വായിച്ച ഒരു നല്ല വർത്താനം പറയാൻ തോന്നാത്ത മോഹനേട്ടന് ഇപ്പൊ എന്തിനാണ് ഇത്ര ആവേശം? മനുഷ്യരല്ലേ മോഹനേട്ടാ, ചിലപ്പോ ചില കണക്കൂട്ടലൊക്കെ തെറ്റിന്നിരിക്കും. അതൊന്നുമേ അത്ര വലിയ സംഭവമല്ല. ആയിക്കോട്ടെ, ഇനി മേലിൽ സദാനന്ദ സാർ ദൈവമാണ്, സദാനന്ദ സാർ ആനയാണ്, സദാനന്ദ സാർ ചേനയാണ് എന്നൊന്നും പറഞ്ഞെടുത്ത് വരായിരുന്നാണ്. ഒരു സാധാ വില്ലേജ് ഓഫീസർ പുലിയാണ്, കടുവയാണ്, സിംഹമാണ് എന്നൊക്കെ മോഹനേട്ടൻ പറയുന്നു. എന്തായാലും ഒരു വില്ലേജ് ഓഫീസറെക്കാളും വലുത് തന്നെയാണ് വക്കീല്. അത് നിന്റെ ആഗ്രഹം. പക്ഷേ ഭാമേ, നീയൊക്കെ എത്രയൊക്കെ വലിയ കേസ് വാദിച്ച് ജയിച്ചാലും അതുകൊണ്ട് നാട്ടുകാർക്ക് ഒരു പ്രയോജനവുമില്ല. പക്ഷേ എന്റെ കാര്യം എങ്ങനെയാണോ, സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇതൊക്കെ വെറുതെ പറയാന്നല്ലേ ഉള്ളൂ മോഹനേട്ടാ. മോഹനേട്ടൻ ജോലി കിട്ടിയത് റവന്യൂ വകുപ്പില്. അതുകൊണ്ട് മോഹനേട്ടൻ പറയും വില്ലേജ് ഓഫീസറാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആളെന്ന്. ജോലി കിട്ടിയത് ഒരു സ്കൂളിലായിരുന്നെങ്കിൽ പറഞ്ഞേനെ അധ്യാപകരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന്. ബാങ്ക് ജോലി കിട്ടിയിരുന്നെങ്കിൽ പറഞ്ഞേനെ ബാങ്ക് ഇല്ലെങ്കിൽ ഭൂമി സൂര്യനെ ചുറ്റില്ല എന്ന്. ശരിയല്ലേ? ശരിയല്ല. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എന്റെ ആഗ്രഹം ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു സർക്കാർ ജോലി കിട്ടണം എന്ന് തന്നെയായിരുന്നു. എപ്പോഴും ആളുകളോട് ഇടപഴകുക, ആളുകളെ എപ്പോഴും സഹായിക്കാൻ പറ്റുന്ന ഒരു ജോലി.
അല്ലാതെ വലിയ ഡോക്ടറോ എഞ്ചിനീയറോ ബിസിനസ്സുകാരനോ ആകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇതിനെയാണ് നമ്മൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്നത്. ഡോക്ടറും എഞ്ചിനീയറും വക്കീലും ഒക്കെ ആണെങ്കിലേ കുറച്ച് പാട് തന്നെയാ മോഹനേട്ട. ഒരു സാധാ ഡിഗ്രിക്കാരന് ഒന്ന് സ്വപ്നം കാണാൻ കൂടി പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത് ഈ റവന്യൂ വകുപ്പിലെ ക്ലാർക്ക് ഉദ്യോഗം തന്നെയാണ്. ഇതിന്റെ മറുപടി ആ ഫോൺ എടുത്തതിന് ശേഷം വന്ന് പറ. ശരി. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. ഗോപി സാറോ? നമസ്കാരം സാർ. ഹായ്, എത്ര നാളായി വിളിച്ചിട്ട്? ആണോ? അത് ശരിയാണ്, ഞാനും കുറച്ച് തിരക്കിലായി പോയി. മിക്കവാറും ഞാൻ സാറിനെ പറ്റി ഓർക്കും, വിളിക്കണമെന്നും കരുതും, പിന്നെ അങ്ങ് മറന്നുപോകും. തിരക്കല്ലേ സാർ? ഇവിടെയോ? അതെയോ? അതിനെന്ത് സാർ, ഇങ്ങോട്ട് വന്നാ മതി. ഞാൻ 9:38 ഇവിടുന്ന് പുറപ്പെടൂ. സാറ് വരികയാണെങ്കിൽ ഞാൻ 6 ദിവസത്തെ ലീവ് എടുക്കാം. വേണ്ടേ? ശരി സാർ. വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണന്റെ വീട് ഏതാണെന്ന് ആരോട് ചോദിച്ചാലും കാണിച്ചു തരും. ശരി സാർ. ആരാ വിളിച്ചതറിയാമോ? ഏതോ മേലുദ്യോഗസ്ഥനാണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ സംസാരത്തിൽ ഇത്രയും മര്യാദ കാണിക്കില്ലല്ലോ. നിനക്ക് തെറ്റി. എന്നെ വിളിച്ചത് ഗോപി സാറാണ്. ഏത് ഗോപി സാറ്? എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഗോപി സാർ. 8ാം ക്ലാസ് മുതൽ എന്നെ കെമിസ്ട്രി പഠിപ്പിച്ചത് ഗോപി സാറാണ്. എന്നെ വലിയ കാര്യമായിരുന്നു. സത്യത്തിൽ ഗോപി സാറിന്റെ ഉപദേശം കൊണ്ടാണ് ഞാൻ കെമിസ്ട്രിയിൽ ഇത്രയും വലിയ മിടുക്കനായത്. കുറച്ചു മുമ്പല്ലേ ഞാൻ പറഞ്ഞത്, സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എന്തെങ്കിലും ഒരു സർക്കാർ ജോലി വാങ്ങി ആളുകളെ സഹായിക്കണം എന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു എന്ന്. ആ ആഗ്രഹം ഉണ്ടാക്കി തന്നത് ഈ ഗോപി സാറാണ്. സാർ എപ്പോഴും പറയുമായിരുന്നു, മോഹനകൃഷ്ണ, നന്നായി പഠിക്കണം, ഒരു സർക്കാർ ജോലി വാങ്ങണം, ആളുകൾക്ക് നമ്മളെ കൊണ്ട് ഉപകാരമുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം എന്നൊക്കെ. ഞാനത് പറഞ്ഞപ്പോ നീ പറഞ്ഞു കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്ക് വന്നു. 15 മിനിറ്റിനുള്ളിൽ ഗോപി സാർ ഇവിടെ വരും. അപ്പൊ ചോദിക്കോ, സ്കൂളിൽ പഠിക്കുന്ന കാലത്തുള്ള കെ മോഹനകൃഷ്ണന്റെ കാര്യങ്ങൾ? ഞാനിതൊക്കെ വെറുതെ പറയുന്ന ആളെന്നാണല്ലോ നീ പറയാറുള്ളത്. ഗോപി സാറിനോട് ചോദിക്കുമ്പോ കാര്യം അറിയാം. ഗോപി സാർ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? കാര്യം നേരിട്ട് പറയാന്ന് പറഞ്ഞു. വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിനാവും സാറ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇങ്ങോട്ട് വിളിച്ചത്. പിന്നെ സാറ് വരുമ്പോ നല്ലൊരു ചായ കൊടുക്കും. നിന്നെ പറ്റി ഞാൻ വെറുതെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റായിരുന്നു എന്ന് സാറിന് തോന്നരുത്. എന്നെ പറ്റി നല്ലതല്ലേ പറയാനുള്ളൂ. അത് പുതിയ സംഭവമൊന്നുമല്ലല്ലോ. പക്ഷേ മോഹനേട്ടനെ പറ്റി ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോഴല്ലേ വില്ലേജ് ഓഫീസറുടെ തനി സ്വഭാവം പുറത്തു വരാൻ പോകുന്നത്. നീ ചോദിച്ച സാറിനോട്? ഇത്രയും അടക്കവും ഒതുക്കവുമുള്ള പഠിത്തത്തിൽ ഇത്രയും മിടുക്കനായ ഒരു വിദ്യാർത്ഥിയെ സാർ കണ്ടിട്ടേ ഇല്ല എന്ന് ഗോപി സാർ പറയും. കാണാനൊന്നുമില്ല. ഗോപി സാർ ഇങ്ങോട്ടാണല്ലോ വരുന്നത്, അത് ചോദിക്കാമല്ലോ. ഭാമേ, 8ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് കെമിസ്ട്രിക്ക് 50 വാങ്ങിയപ്പോ സാർ എന്നോട് പറഞ്ഞതെന്ന് അറിയാമോ? അതൊക്കെ ഞാൻ സാറിനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയോളാം. ഇപ്പോ മോഹനേട്ടന്റെ ഈ പൊങ്ങച്ചം കേട്ടുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഗോപി സാർ വരുമ്പോ കൊടുക്കാൻ ചായ ഉണ്ടാവില്ല. ഗോപി സാർ പഴയ വിശേഷമെല്ലാം ചോദിച്ച ആ മന്ദാകിനിയുടെ കാര്യം പറയും. നമസ്കാരമുണ്ട് സാറേ. സാറേ, ഞാൻ സുലൈമാന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ വന്നതാണ്. സുലൈമാന്റെ വരുമാന സർട്ടിഫിക്കറ്റിനേക്കാൾ വലിയ പ്രശ്നമുണ്ടല്ലോ. എന്ത് സാർ? ഉത്തമ, ഗോപി സാർ വരുന്നു. ഗോപി സാറാ? എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഗോപി സാർ എന്തോ ആവശ്യത്തിന് വരുന്നുണ്ട്. പക്ഷെ പ്രശ്നമാവും. സാർ ഗോപി സാറിന് പൈസ വല്ലതും കൊടുക്കണ്ട? അതൊന്നുമല്ല. പിന്നെ 9ാം ക്ലാസ്സിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി. അത് സാറ് ഭാമയോട് പറഞ്ഞാൽ എന്റെ മാനം പോവും. എന്ത് സംഭവം? 9ാം ക്ലാസ്സിൽ എന്നോട് മന്ദാകിനി ഒരു പെണ്ണ് പഠിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞോ സാറേ? എന്താ? എന്തെന്ന് ഭാമ കേൾക്കും. ഇവിടെ നിന്ന് പറയാം. എന്താണ് സാറേ?
വലിയ രഹസ്യമാണ്. ആ പറ സാറേ, എന്നിട്ട് ഈ മന്ദാകിനി എന്ന് പറഞ്ഞ പെണ്ണ് ആളത്ര ശരിയൊന്നുമല്ലായിരുന്നു. ഓ ഓ, ഓ. എന്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ദാസപ്പൻ എന്ന പയ്യനുമായിട്ട് അവൾക്ക് ഭയങ്കര പ്രേമമായിരുന്നു. ഞാൻ കലക്കാൻ പല പ്രാവശ്യം നോക്കി. അല്ലെങ്കിൽ സാറ് പണ്ടേ ഒരു പ്രേമ വിരോധിയാണല്ലോ. അതല്ല ഉത്തമ, സ്കൂളിൽ പോകുന്ന പഠിക്കാനല്ലേ, പ്രേമിക്കാനല്ലോ. ദാസപ്പൻ ഞാൻ കുറെ ഉപദേശിച്ചു, പെണ്ണുങ്ങളുടെ പിറകെ നടന്ന് ജീവിതം പാഴാക്കരുതേ എന്ന്. അപ്പൊ പണ്ടേ സാർ ഉപദേശത്തിന് മോശമൊന്നും അല്ലായിരുന്നല്ലേ? പറയുന്നത് കേക്ക്. ഞാൻ ഈ പറഞ്ഞൊന്നും വഴവയ്ക്കാതെ ദാസപ്പന് ഭയങ്കര പ്രേമം. അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തെഴുത്ത്, വഴിയിൽ വെച്ച് കിന്നാരം പറച്ചൽ. അന്ന് 9ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ നടക്കുമ്പോ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം സാറേ? സാറേ എന്ത്? പരീക്ഷയ്ക്ക് ഞാനും ദാസപ്പനും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നോക്കിയപ്പോ ദാസപ്പൻ ഒരു എഴുത്തെഴുതി പുസ്തകത്തിനകത്ത് വെക്കുന്നു. അവ കൊടുക്കാനാ. പരീക്ഷയുടെ ഇടയ്ക്കും അമ്മാതിരി വയലാണ്ട് എനിക്ക് ദേഷ്യം വരാനിക്കോ. ദാസപ്പൻ മൂത്രമൊഴിക്കാൻ പോയ നേരം നോക്കി ഞാൻ ആ എഴുത്തെടുത്ത് എന്റെ പോക്കറ്റിൽ വെച്ചു. അവൻ തിരിച്ചു വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ മന്ദാകിനി വന്നു. അവക്ക് കൊടുക്കാനായി ദാസപ്പൻ ആ എഴുത്ത് അന്വേഷിച്ചു തുടങ്ങി. പോക്കറ്റ് വെച്ച് വേറെ നേടാനുള്ള സമയമില്ല. അപ്പോ പരീക്ഷയ്ക്കുള്ള മണി അടിച്ചു. ക്ലാസ്സിൽ കയറുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ. ദാസപ്പൻ മര്യാദക്കാരനായി എന്റെ കൂടെ ക്ലാസ്സിലേക്ക് വന്നു. ഓ, അങ്ങനെ ദാസപ്പന്റെ പ്രേമലേഖനം കൊടുക്കല് സാറ് മുടക്കി. പക്ഷെ അത് വിനയായത് പിന്നെ ഉത്തമ. പരീക്ഷാ ഹാളിൽ സൂപ്പർവിഷൻ വന്നത് ആരാ? ഗോപി സാർ. എന്റെ പോക്കറ്റിൽ ഒരു കടലാസ് കിടക്കുന്നുണ്ട്. അതെന്താ എന്ന് സാറ് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ കോപ്പി അടിക്കാനുള്ള കടലാസാണല്ലേ എന്ന് സാറ്. പ്രശ്നമായി. കടലാസ് കൊടുത്തില്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറക്കി വിടുന്ന അവസ്ഥ വന്നപ്പോ ഞാനതെടുത്തങ്ങ് കൊടുത്തു. അതിനെന്ത്? അത് ദാസപ്പ എഴുതി എഴുത്തല്ലേ? അതിനകത്ത് പേര് വെച്ചില്ലായിരുന്നു ഉത്തമ. ഞാൻ എഴുതിയ എഴുത്താണെന്ന് പറഞ്ഞ് സാർ എന്നെ സ്റ്റാഫ് റൂമിൽ വിളിപ്പിച്ച് കുറേ വഴക്ക് പറഞ്ഞു. ദാസപ്പൻ എഴുതിയാണെന്ന് ആണയിട്ട് പറഞ്ഞിട്ടും സാറ് വിശ്വസിച്ചില്ല. അവനോട് ചോദിച്ചപ്പോ അവ അല്ലെന്ന് അവൻ പറയുകയും ചെയ്തു. അതിപ്പോ ഒരു കുറ്റമല്ലേ സാറേ? വല്ലവരുടെ പ്രേമം കലക്കാൻ പോയാൽ അങ്ങനെ ഇരിക്കും. സാറിനെ ദൈവം ശിക്ഷിച്ചതാണ്. ഇപ്പോഴത്തെ പ്രശ്നം അതിലെത്തുമ. എന്നെ ഗോപി സാർ വരുമ്പോ എന്റെ പഴയ കഥയൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഭാമ. മന്ദാകിനിക്ക് ഞാൻ എഴുത്തെഴുതിയ കാര്യം എങ്ങാനും സാറെങ്ങാനും പറഞ്ഞ എന്റെ മാനം പോവില്ലേ? പിന്നെ ഈ ജന്മത്തിൽ എനിക്ക് ഭാമയുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. പിന്നെ സാറ് സ്കൂളിൽ പഠിക്കുമ്പോ പ്രേമലേഖനം എഴുതുന്നൊന്നും വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ കെ മോഹനേട് സാർ അത് ചെയ്തു എന്ന് പറഞ്ഞ പ്രശ്നമാണ്. വക്കീലേ സാറിനെ മരിക്കുന്നത് വരെ കളിയാക്കും. എന്തോ തമ്മ രക്ഷപ്പെടാൻ ഒരു വഴി? ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ? ഗോപി സാറ് വരാതെ നോക്കുക. പക്ഷെ ഗോപി സാർ വന്നു കഴിഞ്ഞല്ലോ. അയ്യോ 5 മിനിറ്റിനുള്ളിൽ സാർ ഇവിടെ എത്തും. ഓ, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം സാറേ. സംഭവിച്ച കാര്യം സാറ് തന്നെ വക്കീലിനോട് പറ. എഴുത്തെഴുതിയ സാറല്ല ദാസപ്പനാണെന്ന് ആദ്യമേ സാറ് എന്നെ പറഞ്ഞ പ്രശ്നം തീർന്നല്ലോ. പിന്നെ ഗോപി സാർ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ലല്ലോ. പക്ഷെ എങ്ങനെ പറയും? എങ്ങനെയെങ്കിലും പറഞ്ഞേ പറ്റൂ. എന്തായാലും ഗോപി സാറിന്റെ നാവിന്ന് അറിയുന്നതിനേക്കാൾ നല്ലത് സാറ് പറഞ്ഞറിയുന്നതല്ലേ. പറയാനല്ലേ? ഓ, പറയണം സാറേ. 9ാം ക്ലാസ്സിലെ കാര്യമല്ലേ പറഞ്ഞെന്ത്? അമ്മേ, ഗോപി സാർ വരെ നീ എന്തൊക്കെയാ ചോദിക്കാൻ പോന്നെ? ഗോപി സാറ് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അല്ല, നീ 8ാം ക്ലാസ്സിലെ കാര്യമാണോ അതോ 10ാം ക്ലാസ്സിലെ കാര്യമാണോ ചോദിക്കുന്നത്? അപ്പൊ എന്താ 9ാം ക്ലാസ് ഇല്ലേ? 9ാം ക്ലാസ് ഉണ്ട്, പക്ഷെ അത് ചോദിക്കൊന്നും വേണ്ട. എന്താണ്? പിന്നെ 9ാം ക്ലാസ് വെച്ച് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ എന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് ഗോപി സാറിന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. എന്താ പറ്റാ? അല്ല, അബദ്ധമൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ എഴുത്ത് ഞാനല്ലല്ലോ. എടുത്തോ?
ആർക്ക്? മന്ദാകിനിക്ക്. പക്ഷെ ഞാൻ എഴുതിയത്, പക്ഷെ ഞാൻ എഴുതുന്ന ഗോപി സാർ വിചാരിച്ചിരിക്കുന്നത് ശരിക്കും എഴുതിയത് ദാസപ്പനാ. ഏത് ദാസപ്പൻ? എന്നോട് 9ാം ക്ലാസ് പഠിച്ച ദാസപ്പൻ. അവൻ പഠിക്കാൻ ഒരു മണ്ടനായിരുന്നു. സ്കൂളിൽ വന്നാ പ്രേമം തന്നെ, പ്രേമം. അവൻ അങ്ങനെ മന്ദാകിനി കത്തെഴുതി. ദാസപ്പൻ മന്ദാകിനിക്ക് കത്തെഴുതിയതും ഗോപി സാറുമായിട്ട് എന്താ ബന്ധം? അല്ല, ആ കത്ത് എന്റെ പകരത്താണ് ഗോപി സാറിന് കിട്ടിയത്. ഗോപി സാർ വിചാരിച്ച് ഞാൻ എഴുതിയാണെന്ന്. ഇവിടെ വരുമ്പോ ചിലപ്പോ ഗോപി സാർ ആ കഥയൊക്കെ പറയും, പക്ഷെ അത് സത്യമല്ല. മോഹനേട്ടാ, കള്ളം പറയാൻ നിക്കല്ലേ. മോഹനേട്ടന്റെ പോക്കറ്റിൽ നിന്ന് മോഹനേട്ടന്റെ പ്രിയപ്പെട്ട ഗോപി സാർ ഒരു പ്രേമലേഖനം കണ്ടെടുക്കണമെങ്കിൽ അത് മോഹനേട്ടൻ എഴുതിയത് തന്നെയാണ്. സത്യമല്ല, അങ്ങനെ ചെയ്യൂ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലമായിട്ട് മോഹനേട്ടൻ ആ കഥ എന്നോട് പറഞ്ഞിട്ടില്ല. 8ാം ക്ലാസ്സിൽ വെച്ച് കൂടെ പഠിച്ച കുട്ടിയുടെ പേനയുടെ നിബ്ബ് കുത്തി ഒടിച്ചത് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രേമലേഖനത്തിന്റെ കഥ മിണ്ടിയിട്ടേ ഇല്ല. അപ്പൊ അതിനകത്ത് എന്തോ ഒരു കാര്യം കാണുമല്ലോ. ഈ മന്ദാകിനി ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ പുറമേ കാണുന്ന പോലെ ഒന്നും അല്ല സാറ്. സ്കൂളിൽ പഠിക്കുമ്പോ, അതും 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇത്രയും വലിയൊരു വേലത്തരം കാണിച്ച ആള് കോളേജിൽ പഠിക്കുമ്പോ എന്തെല്ലാം ചെയ്തിട്ടുണ്ടാവും. സത്യം പറഞ്ഞോട്ടാ, കോളേജ് വെച്ച് എത്ര പെണ്ണുങ്ങൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്? ഗോപി സാറായിരിക്കും. മന്ദാകിനി കാര്യം മിണ്ടരുത്. ഈശ്വര, ഗോപി സാർ. നമസ്കാരം സാർ. നമസ്കാരം. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? വില്ലേജ് ഓഫീസർ മോഹനേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ താരമല്ലേ. വീട് കാണിച്ചു തരാൻ ആളുകൾ തമ്മിൽ മത്സരമായിരുന്നു. സാർ ഒരു അകത്തേക്ക് ഇരിക്കാം. മോഹനേഷൻ ഒന്നും വിചാരിക്കരുത്. അകത്ത് കയറിയിരിക്കാനോ ഒരു ചായ കുടിക്കാനോ എനിക്ക് സമയമില്ല. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അയ്യോ, ഇവിടം വരെ വന്നിട്ട് ഒരു ചായ കുടിക്കാതെ പോവാനോ? ഞാൻ 2 മിനിറ്റ് കൊണ്ട് ചായ എടുക്കാം. അപ്പൊ ഇതാണ് മോഹനേഷന്റെ ഭാര്യ സത്യഭാമ. അതെ, വക്കീല. അത് മുമ്പൊരിക്കൽ കണ്ടപ്പോ താൻ പറഞ്ഞാണല്ലോ. ഇവിടെ തൊട്ടടുത്ത് എന്റെ ഒരു ബന്ധുവീടുണ്ട്. അവിടെ വരെ വന്നതാ ഞാൻ. വരുന്ന വഴി തന്നെ ഒന്ന് കണ്ടുകളയാമെന്ന് കരുതി, അതുകൊണ്ട് വന്നതാ. തീരെ സമയമില്ല. 10 മണിയുടെ ബസ്സിന് തിരിച്ചു പോണം. എന്റെ ഇളയമോളുടെ കല്യാണം അടുത്ത 14-ാം തീയതി. നിങ്ങളെ ക്ഷണിക്കാനാ വന്നത്. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും മോഹനേഷനെ പോലെ മിടുക്കനായൊരു കുട്ടിയെ കണ്ടിട്ടില്ല. അതുകൊണ്ടാ സ്കൂളിൽ നിന്ന് ഇയാള് പോന്നിട്ട് 10-15 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഞാൻ ഇയാളെ ഓർക്കുന്നതും വിളിക്കുന്നതും കാണുന്നതും. മോഹനേട്ട് സാറിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നല്ലത് തന്നെ ആയിരിക്കുമല്ലോ പറഞ്ഞത്. സാറിനെ പറ്റി മോശമായി പറയാൻ എന്താ ഉള്ളത്? അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. കല്യാണത്തിന് 2 പേരും നിശ്ചയമായി വരണം. വരാം സാർ. ശരി. സാർ, സാറിനെ പറ്റി പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞ കൂട്ടത്തില് ഒരു മന്ദാകിനിക്ക് മോഹനേട്ട് പ്രേമലേഖനം എഴുതിയ കാര്യം പറഞ്ഞിരുന്നു. മന്ദാകിനിയോ? ആ, പരീക്ഷാ ഹാളിൽ നിന്ന് കോപ്പി അടിക്കാനുള്ള കടലാസാണെന്ന് കരുതി ഒരു പ്രേമലേഖനം പിടിച്ച കഥ. അന്ന് സാറ് മോഹനേട്ടനെ കുറെ ഉപദേശിച്ചെന്നും പറഞ്ഞു. അത് ഇപ്പൊ ഓർമ്മയുണ്ട്. അത് പക്ഷേ മോനേഷ് എഴുതിയല്ലോ. അത് വേറെ ആരും എഴുതിയാണെന്ന് മോനേഷൻ പറഞ്ഞിരുന്നു. കയ്യക്ഷരം കണ്ടപ്പോഴേ എനിക്കത് ബോധ്യമാവുകയും ചെയ്തു. എനിക്കറിയാത്തതാണോ ഇയാളുടെ കയ്യക്ഷരം. പിന്നെ അത്തരം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കാൻ ഞാനൊന്ന് ഉപദേശിച്ചതേ ഉള്ളൂ. അല്ല, എന്താ ഇപ്പൊ സത്യഭാമ അത് ചോദിക്കാൻ? വെറുതെ. മോഹനേട്ടൻ ആ കഥ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ വിശ്വാസമായി. ശരി. അങ്ങോട്ട് ചോദിക്കാൻ പോയത്? മോഹനേട്ടന്റെ പഴയ കാലത്തെ പറ്റി എന്ത് വേണേലും ചോദിച്ചോളാൻ മോഹനേട്ടൻ തന്നെയല്ലേ ഓർച്ചുവിനെ പറഞ്ഞത്. എന്റെ പൊന്നു, ആ കഥ ഗോപി സാർ അന്നേ മറന്നതാണ്. പക്ഷെ ഗോപി സാർ അത് മറന്നു കാണില്ല എന്ന് കരുതി മോഹനേട്ടൻ എന്നോടൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു. മോഹനേട്ടൻ ഒരു പെണ്ണിന് പ്രേമലേഖനം കൊടുത്തു എന്ന് ഗോപി സാർ എന്നല്ല സാക്ഷാൽ ഈശ്വരം എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. അയ്യടാ, പ്രേമലേഖനം എഴുതാൻ പറ്റിയൊരു കക്ഷി.
പക്ഷെ ഗോപി സാർ അത് പറയുമെന്നും ഞാനത് വിശ്വസിക്കുമെന്നും മോഹനേട്ടൻ ഊഹിച്ചെടുത്തു. മോഹനേട്ടാ, ഞാൻ മോഹനേട്ടൻ ഒരു ഉപദേശം തരാം. ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ അയാൾ എന്തൊക്കെ പറയുമെന്ന് വെറുതെ ഊഹിക്കരുത്. കാരണം മോഹനേട്ടൻ ഊഹം പോലെ എല്ലാം നടക്കണമെന്നില്ല. കുറച്ചു പിന്നെ സാറ് തന്നെ എനിക്ക് പറഞ്ഞു തന്നതാ. എന്നാലും ആ മന്ദാകിനി ഇപ്പൊ എവിടെ ഉണ്ടാവും? മന്ദാകിനി വാക്ക് ഇവിടെ കേൾക്കരുത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ മറ്റുള്ളവർ പെരുമാറിക്കൊള്ളുമെന്ന് വിചാരിക്കുന്നതിന്റെ കുഴപ്പമാണിത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഗോപി സാറ് മറന്നിട്ടുണ്ടാവുമെന്ന് കരുതേണ്ട കാര്യമേ വില്ലേജ് ഓഫീസർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് സങ്കല്പിച്ച് വഷളാക്കി സത്യഭാമയുടെ മുമ്പിൽ കോമാളിയായ മോഹനകൃഷ്ണനോട് സഹതാപം പ്രകടിപ്പിച്ച് ഇന്നത്തേക്ക് വിട. കാരുണ്യസാരം തുടരുന്നു.